ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയമാണെന്ന് ഇവിടെ ചർച്ചയ്ക്ക് വച്ചിരിക്കുന്നത്. സംഘപരിവാർ മുക്ത ഭാരതം എന്നൊരു സങ്കല്പം ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമാണോ എന്ന്. പൊതുവിൽ ശ്രീ തമ്പാൻ തോമസ് പ്രകടിപ്പിച്ച പൊതു അഭിപ്രായത്തോട് എനിക്ക് പൊതുവിൽ യോജിപ്പാണ്. കാരണം വളരെ ആസൂത്രിതവും കാൽക്കുലേറ്റീവുമായ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിലുള്ള സ്വാഭാവികമായ രാഷ്ട്രീയ പരിണാമങ്ങൾ എന്നതിനപ്പുറത്ത് വളരെ ആസൂത്രിതമായി ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഇന്ത്യയെപ്പോലുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടനയെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യപ്രഖ്യാപനം RSS നടത്തിയതിനു ശേഷം ഇപ്പോൾ ഒരു 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്ന അതിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ 100 വർഷ കാലഘട്ടത്തിലെ സംഘടിതവും ആസൂത്രിതവുമായ പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെയാണ്. RSSന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊന്നും തന്നെ പ്രകടമായി മുഴച്ചു നിന്നിരുന്നില്ലെങ്കിലും ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ അവർ വളരെ കൃത്യമായി സംഘടിതമായ രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു. സാധാരണ മറ്റ് രാഷ്ട്രീയ സംഘടനകൾക്കൊന്നും കഴിയാത്ത രീതിയിലുള്ള സൂക്ഷ്മമായ ആസൂത്രണവും സംഘാടക മികവുമാണ് അവർ പുലർത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ വിഷമമില്ല. അതുകൊണ്ട് ജനാധിപത്യ മതേതര ശക്തികൾ നേരിടുന്ന വെല്ലുവിളി ഒട്ടും തന്നെ ചെറുതല്ല, ശരിക്കും ഭീമമാണ് എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരവസ്ഥയെ മറികടക്കാൻ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികൾക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പൊതുവിൽ രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിലൊക്കെ തന്നെ ശുഭാപ്തി വിശ്വാസപരമായി ചിന്തിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് കഴിയണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ അതൊരാഗ്രഹം മാത്രമായാൽ പോരല്ലോ, യാഥാർത്ഥ്യം അതിനോടടുത്ത് നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതാണിപ്പോൾ നമുക്ക് പരിശോധിക്കാനുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരിണാമങ്ങളുടെ സ്വഭാവം എന്താണ്? അത്തരമൊരു പരിശോധനയിലൂടെ നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തിന് തൃപ്തികരമായ എന്തെങ്കിലും മറുപടി കണ്ടെത്താനാകുമോ എന്നൊരു അന്വേഷണം നടത്തുകയാണ് നമുക്കിവിടെ ചെയ്യാറുള്ളത്. ബാലഗംഗാധര തിലകൻ്റെയൊക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിനെ മുഖ്യമായ ഒരു ഹിന്ദുത്വ ഇന്നത്തെ പറയുന്ന പോലത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ലെങ്കിലും ഒരു ഹിന്ദു സംഘടനയുടെ സ്വഭാവത്തിലാണ് തിലകൻ കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്നിരുന്നത്. ഹിന്ദു ആചാരങ്ങളും ഹിന്ദു രീതികളും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസിനെ രൂപപ്പെടുത്താനാണ് തിലകൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. 1920 തിലകൻ മരിക്കുന്നതോടുകൂടി ഗാന്ധിജിയുടെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസ് വരുന്ന സന്ദർഭത്തിൽ താനൊരു സനാതന ഹിന്ദു എന്ന് ആവർത്തിച്ച് പറയാറുള്ള ഗാന്ധിജി
അന്ന് പ്രഖ്യാപിച്ചത് ഹിന്ദു മുസ്ലിം സിഖ് സാഹോദര്യമായിരിക്കും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദിശാസ്വഭാവമെന്നാണ്. തീർച്ചയായിട്ടും ആ മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ ഗാന്ധിജിയുടെ ആ സമീപനം അദ്ദേഹം 48 കൊല്ലപ്പെടുന്നതുവരെയും നിലനിർത്തിയെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. താനൊരു സനാതന ഹിന്ദുവാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഈ മതസൗഹാർദ്ദത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നതിൽ മാത്രമല്ല അത് പ്രായോഗികമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈശ്വര അല്ലാത്തേരെ നാം പോലുള്ള പ്രാർത്ഥനാ ഗാനങ്ങളൊക്കെ ഗ്രാമാന്തരങ്ങളിൽ സാധാരണ ഗ്രാമീണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുവഴി മതസൗഹാർദ്ദത്തിൻ്റെ ശക്തമായ ഒരു അടിസ്ഥാനം സൃഷ്ടിക്കാൻ ഗാന്ധിജി ബോധപൂർവ്വം ശ്രമിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇന്ത്യൻ സാഹചര്യത്തിൽ മതസൗഹാർദ്ദം അടിത്തട്ടിൽ നിലനിന്നിരുന്നത് തന്നെയാണ്. ഗ്രാമാന്തരങ്ങളിലെല്ലാം തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ സാഹോദര്യത്തോടുകൂടി തന്നെയാണ് ജീവിച്ചു പോന്നിരുന്നത്. അത്തരം ഒരു അടിത്തറ ഇവിടെയുണ്ട്. പക്ഷേ ആ അടിത്തറയെ കുറെ കൂടി രാഷ്ട്രീയവൽകൃത സ്വഭാവത്തോടുകൂടി ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയാവുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുന്നതിൽ ഗാന്ധിജി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയുണ്ട്. ഗാന്ധിജി ഒരിക്കലും മതേതരത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല, ജനാധിപത്യവും അദ്ദേഹം ഉപയോഗിക്കാറില്ല. അദ്ദേഹം മതസൗഹാർദ്ദത്തിൻ്റെ വക്താവായിരുന്നു. ആ മതസൗഹാർദ്ദം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മതേതരത്വത്തിൻ്റെ അടിസ്ഥാനമായി മാറിയത്. പിന്നീട് ഡോക്ടർ അംബേദ്കറും നെഹ്റുവൊക്കെ ആധുനിക ജനാധിപത്യമായി മാറ്റിയെടുത്ത ആ ഇന്ത്യൻ മതേതര സാഹചര്യത്തിൻ്റെ അടിത്തറയിട്ടത് മഹാത്മാഗാന്ധി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മതസൗഹാർദ്ദ സമീപനം ശക്തമായൊരു അടിത്തറ തന്നെ ഇന്ത്യയിൽ സൃഷ്ടിക്കുകയുണ്ടായി. പിന്നെ ഈ സംഘപരിവാർ ശക്തികൾ വലിയ ഭീഷണിയുമായി രംഗത്ത് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് ഗാന്ധിജിയുടെ കാലഘട്ടം മുതൽക്ക് തന്നെ ഇവിടെ സാധാരണ ജനങ്ങൾക്കിടയിൽ വേരൂന്നിക്കഴിഞ്ഞ, അതിനെ ബോധപൂർവം തന്നെ വളർത്തിയെടുക്കാൻ ശ്രമിച്ച ഈ മതേതര സ്വഭാവം തന്നെയാണ്, മതസൗഹാർദ്ദ സ്വഭാവം തന്നെയാണ്. അത്തരമൊരു മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരു മതേതര ജനാധിപത്യ, ആധുനിക മതേതര ജനാധിപത്യ ഘടനയിലേക്ക് മാറിയ ഒരു ചരിത്രമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ പരിണാമത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. പിൽക്കാലത്ത് ഇപ്പോൾ നമ്മൾ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയം വളർന്നു വന്നതിൻ്റെ ദീർഘമായൊരു ചരിത്രമുണ്ട്. ആ വിശദമായ ചരിത്രത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ചില നാഴികക്കല്ലുകൾ എന്ന് പറയാവുന്ന സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോയേ പറ്റും. 1949 ഡിസംബർ 22 ആണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ സമീപകാലത്ത് ഏറ്റവും വലിയ വിവാദ വിഷയമായി മാറിയ ബാബറി മസ്ജിദ് ഒരു വലിയ മുസ്ലിം പള്ളി, അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അക്കാലത്ത് മുസ്ലിങ്ങൾ പ്രാർത്ഥനയ്ക്കും മറ്റുമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ 49 ഡിസംബർ 22 അവിടേക്കാണ് ഒരു 50-60 ഹിന്ദുക്കൾ 22-ാം തീയതി അർദ്ധരാത്രിക്ക് കടന്നിരുന്നൊരു രാമവിഗ്രഹം സ്ഥാപിക്കുന്നത്. അന്ന് വല്ലഭായ് പന്തായിരുന്നു ആഭ്യന്തരമന്ത്രി എന്നാണ് ഓർമ്മ, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി. അവർ ഈ സംഭവം ശ്രദ്ധിക്കുകയുണ്ടായി. അതൊരു പ്രശ്നമായി മാറാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു. ഒരു മലയാളിയായ ആലപ്പുഴക്കാരനാണെന്ന് തോന്നുന്നു, ഒരാളാണ് അന്ന് അവിടെ ജില്ലാ മജിസ്ട്രേറ്റായിരുന്നത്. അദ്ദേഹം അതിന് തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ ഏറെക്കുറെ അടച്ചുപൂട്ടി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയുണ്ടായി. അവിടെ ആരാധന ചെയ്യുന്നത്, മുസ്ലിങ്ങളും ഹിന്ദുക്കളും രണ്ടു കൂട്ടരും ആരാധന ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് നമ്മുടെ അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റ് എത്തിയത്. അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്ന് പൊതുവിൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാവുന്നൊരവസ്ഥയാണുള്ളത്. പക്ഷേ പിന്നീട് അത് പൊന്തി വരുന്നത്, അതേ വിഷയം തന്നെ പൊന്തി വരുന്നത്
80കളിലാണ്, 1980കളിൽ 86 മറ്റോളം ഒരു ഈ രാമവിഗ്രഹം പൂജിക്കാനുള്ള അവകാശം ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു ഹർജി വരികയാണുണ്ടാവും. കോടതി അനുകൂലമായ തീരുമാനം പ്രഖ്യാപിക്കും. ആ സമയത്ത് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി. അദ്ദേഹം അത് തടഞ്ഞു വയ്ക്കാൻ സ്റ്റേ ചെയ്യുകയോ മറ്റേതെങ്കിലും രീതിയിലുള്ള നിയമ നടപടികളിലൂടെ നീട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി അതിന് ശ്രമിക്കാതെ പള്ളി തുറന്നു കൊടുക്കാൻ തീരുമാനിക്കുകയുണ്ടാവുന്നു. അതാണ് പിൽക്കാലത്ത് വളരെ സജീവമായ ബാബറി മസ്ജിദ് പ്രശ്നമായി മാറുന്നതിൻ്റെ അടിസ്ഥാനം. രാജീവ് ഗാന്ധി അന്ന് സങ്കല്പിച്ചിരുന്നത് പള്ളി ഒരു വശത്ത് നിൽക്കുന്നു, അതിനോടൊപ്പം ഒരു രാമക്ഷേത്രം കൂടി പണിതുകൊണ്ട് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാവുന്നതാണ്. അതിനുവേണ്ടി രാമക്ഷേത്രത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്താണ് അതുവരെ നിശബ്ദരായിരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്ന ഹിന്ദുത്വ ശക്തികൾ പതുക്കെ രംഗത്ത് വരുന്നത് അതോടുകൂടിയാണ്. അവർ രാജീവ് ഗാന്ധിയുടെ ആ നിലപാടിന് തള്ളിക്കളഞ്ഞുകൊണ്ട് പള്ളി പൊളിച്ചു തന്നെ രാമക്ഷേത്രം പണിയണം എന്നുള്ള മുദ്രാവാക്യമാണ്. 86 മുതൽ 89, 90 വരെയുള്ള 3-4 വർഷക്കാലമാണ് ഈ ബാബറി മസ്ജിദ് പ്രശ്നവുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ ഒരു പ്രക്ഷോഭങ്ങളുടെ ഒരു തുടക്കം തന്നെ അന്ന് സംഭവിക്കുന്നു. യഥാർത്ഥത്തിൽ അത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, ഹിന്ദുത്വ വികാരത്തിൻ്റെ ഒക്കെ വലിയൊരു മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമായി മാറുകയുണ്ടായി. അതേസമയം തന്നെ അതിന് തളയിടത്തക്ക രീതിയിലുള്ള മറ്റൊരു പ്രതിഭാസവും കൂടി ആ കാലഘട്ടത്തിൽ ഉയർന്നു വരികയുണ്ടായി. അതും ഹിന്ദു സമൂഹത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഹിന്ദു സമൂഹത്തിലെ സവർണ അവർണ വിഭജനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു വിഷയം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സാമൂഹ്യ വിവേചനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ വസ്തുനിഷ്ഠമായ പഠനത്തിന് വിധേയമാക്കാൻ വേണ്ടി അന്ന് പാർലമെൻറ്റ് മെമ്പറായിരുന്ന BP മണ്ഡലിനെ മൊറാർജി ദേശായി ചുമതലപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം അങ്ങനെ 2 വർഷം കൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു പഠനം തയ്യാറാക്കി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പിൽക്കാലത്ത് അറിയപ്പെടാനിടയായ വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുനിഷ്ഠമായ വിശകലനത്തിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയുണ്ടായി. പക്ഷെ അത് തയ്യാറായി വന്നപ്പോൾ 1980 ഇന്ദിരാഗാന്ധിയാണ് അധികാരത്തിലുണ്ടായത്. അവരാ റിപ്പോർട്ട് എടുത്ത് അലമാരയിൽ കൂട്ടിവെച്ചു. ആരും പിന്നെ കുറച്ച് നാളത്തേക്ക് അത് കാണുകയുണ്ടായില്ല. 77-78 കാലത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് VP സിംഗ് ജനതാദൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടൽ നടത്തിയ കാലഘട്ടത്തിൽ 78-79 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അന്ന് ഈ ഇന്ദിരാഗാന്ധിയുടെ അലമാരയിൽ പൂട്ടിവെച്ചിരുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരികയാണ്. മുഖ്യമായും BP സിംഗ് അല്ല ശരിക്കും ചെയ്യുന്നത്. മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ് തുടങ്ങിയ ജനതാദൾ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളാണ് ആ വിഷയം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും BP സിംഗ് അതിന് വഴങ്ങുകയും അതനുസരിച്ച് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുകയും അതിൻ്റെ നടപടികളിലേക്ക് നീങ്ങുകയുണ്ടാവുന്നു. ഇത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയൊരു ആഘാതം തന്നെയായി മാറുകയുണ്ടായി. ഇതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രധാനപ്പെട്ട കരുനീക്കമായിരുന്നു LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാരതയാത്ര. ഇന്ത്യയിൽ മുഴുവൻ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ നടപടി എന്ന് പറയാവുന്നത് തന്നെയാണ്. അന്ന് ആ രഥയാത്രയെ ബീഹാറിൽ വെച്ച് തടഞ്ഞു നിർത്തുന്നത് ലാലു പ്രസാദ് യാദവാണ്. അദ്വാനിയെ അറസ്റ്റ് ചെയ്യുകയും
തൽക്കാലത്തേക്കാണെന്നുണ്ടെങ്കിൽ തന്നെയും ആ രഥയാത്രയ്ക്കൊരു തടസ്സമുണ്ടാക്കുന്ന പോലുള്ള വലിയ രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ കഴിഞ്ഞത് ഈ ജനതാദൾ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികൾക്കാണ്. ലാലു പ്രസാദ് യാദവിൻ്റെയൊക്കെ രാഷ്ട്രീയ പ്രസക്തി പ്രധാനമായും ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെ അതോടുകൂടിയാണ്. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നിർണായകമായ വഴിത്തിരിവിൻ്റേതായ ഒരു കാലഘട്ടമാണ് ഞാൻ ഈ പറഞ്ഞ കാലഘട്ടം. ഒരു വശത്ത് ബാബറി മസ്ജിദിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അതിനു മുമ്പൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു മുന്നേറ്റത്തിന് അന്തരീക്ഷം വരുമെന്നും, അതേസമയം ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള സവർണ അവർണ വിഭജനവുമായി ബന്ധപ്പെട്ട മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പോലുള്ള ഒരു റിപ്പോർട്ട് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തിയായി മാറുന്ന ഒരു കാഴ്ചയും നാം ആ കാലഘട്ടത്തിൽ തന്നെ കാണുന്നു. ഇതിൻ്റെ തുടർച്ച തന്നെയാണ് തീർച്ചയായിട്ടും ബാബറി മസ്ജിദ് തകർക്കുന്നതിലേക്ക് എത്തുന്നത്. സംഘപരിവാർ ശക്തികൾക്ക് ഈ ബാബറി മസ്ജിദ് പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തരീക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വലിയ പരിധിവരെ കഴിയുന്നതോടുകൂടിയാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായൊരു വഴിത്തിരിവിൻ്റെ കാലഘട്ടം തന്നെയായിരുന്നു. ബാബറി മസ്ജിദ് തകർക്കുക എന്ന് പറയുന്ന ഹിന്ദുത്വ ശക്തികളുടെ ശരിക്കും ഒരു എന്താ പറയുക അക്രമോത്സുകമായ, യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദയും ഇല്ലാത്ത രീതിയിലുള്ള വലിയൊരു കടന്നുകയറ്റം ഹിന്ദുത്വ ശക്തികൾക്ക് നിർവഹിക്കാൻ കഴിയുകയും അതുവഴി നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന് വലിയൊരു ആഘാതമുണ്ടാക്കുന്ന രീതിയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ഇത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെടുത്തി കാണുമ്പോൾ വെറും ഒരു ഹിന്ദുമത വിശ്വാസികളുടേതായ ഒരു രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് കൃത്യമായ പദ്ധതിയോടുകൂടി ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്ന അടിയൊഴുക്കുകളെല്ലാം തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആസൂത്രിത രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു കാലഘട്ടമാണ് അതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സ്വഭാവത്തെ വളരെ പടിപടിയായി ആസൂത്രിതമായി എങ്ങനെ തകർത്ത് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ സമൂഹമാക്കി മാറ്റിയെടുക്കാമെന്ന നേരത്തെ സൂചിപ്പിച്ച RSSൻ്റെ ലക്ഷ്യപ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് ഈ ബാബറി മസ്ജിദ് പ്രശ്നം ആ അന്തരീക്ഷം മാറുകയുണ്ടാകുന്നത്. അവർ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് അവിടെ സാധ്യമാകുന്നത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പോലുള്ള ഒരു ഇടപെടൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ആന്തരിക വൈരുദ്ധ്യങ്ങളുടെ പ്രതിഫലനം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെയാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ കാണേണ്ടത്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടക്കുമ്പോൾ പോലും അതിനെയും മറികടന്നുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മുന്നേറാൻ കഴിയുന്നു എന്ന ഒരവസ്ഥ പിൽക്കാല ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന മോദിയുടെ രാഷ്ട്രീയ നേതൃത്വവും 10 വർഷത്തിലധികമായി ഉള്ള ഭരണ മേധാവിത്വവും ഈ നേരത്തെ സൂചിപ്പിച്ച ആസൂത്രിത പദ്ധതികളുടെയൊക്കെ തന്നെ മറ്റൊരു രീതിയിലുള്ള തുടർച്ച സൃഷ്ടിക്കാൻ മോദിയും കൂട്ടർക്കും കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാറുണ്ട്. വളരെ ആധുനിക രാഷ്ട്രീയ സാമൂഹ്യ പ്രക്രിയകളെല്ലാം തന്നെ വളരെ കൃത്യമായ സൂക്ഷ്മതയോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ കഴിഞ്ഞ 14 വർഷം എന്ന് വേണമെങ്കിൽ പറയാം ഈ കാലയളവിൽ മോദിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറത്തുള്ള
ആസൂത്രണം അതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. വളരെ ആധുനികമാണ്. ആധുനികമായ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഹിന്ദുത്വ ശക്തികളെന്ന് പറയുമ്പോൾ പഴഞ്ചൻ ശക്തികൾ എന്നുള്ളൊരു ധാരണ നമുക്ക് വരാം. അതല്ല, മോദിയുടെ നേതൃത്വത്തിൽ ഹിന്ദുത്വ ശക്തികൾ ഇന്ന് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആധുനികമായ രാഷ്ട്രീയ ഇടപെടലുകൾ എങ്ങനെ നടത്താം, അതിന് സാങ്കേതിക വിദ്യകളെ എത്രത്തോളം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം, അത്തരം മേഖലകളിൽ അതിവിദഗ്ധമായ രീതിയിൽ ആസൂത്രണം ചെയ്യാൻ കഴിവുള്ള വലിയ സംഘങ്ങളെയാണ് പല മേഖലകളിലായി മോദി ചുമതലപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് സൃഷ്ടിക്കുന്ന അന്തരീക്ഷം എളുപ്പത്തിൽ മറികടക്കാൻ കഴിയാത്ത വിധം ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ തോമസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഈ അന്തരീക്ഷം മാറി വരും എന്ന് പ്രതീക്ഷിക്കാൻ ശുഭാപ്തി വിശ്വാസികൾക്ക് പോലും കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മോദിയും കൂട്ടരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പൊതുവിൽ മോദിയും കൂട്ടരെന്ന് പറഞ്ഞാൽ വളരെ ഒരുതരം എന്താ പറയുക, ഒരു ഉപതാധിഷ്ഠിത രാഷ്ട്രീയമൊക്കെ കൈകാര്യം ചെയ്യുന്ന പഴഞ്ചൻ ആളുകൾ എന്ന രീതിയിലുള്ള ധാരണയാണ് ആദ്യകാലഘട്ടങ്ങളിലൊക്കെ പൊതുവിൽ രാഷ്ട്രീയ വിശകലനം നടത്തുന്നവരൊക്കെ വിലയിരുത്തിയിരുന്നത്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. വളരെ ആസൂത്രിതമായി ലോക നിലവാരത്തിൽ തന്നെ ലഭ്യമായിട്ടുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു സമൂഹത്തെ, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയാവുന്ന സാമൂഹ്യ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ നിയന്ത്രിക്കാനും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആ സമൂഹത്തെ നയിക്കാനും എങ്ങനെയൊക്കെ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി അടുത്ത ഈ വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മോദിയും കൂട്ടരും വീണ്ടും വരികയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി തികച്ചും അപകടകരമായ ഒരവസ്ഥയിലായി. ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടെയുള്ള വലിയ അടിസ്ഥാന മാറ്റങ്ങളിലൂടെ നമ്മുടെ മതേതര ജനാധിപത്യ ഘടനയെ തന്നെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള നീക്കങ്ങൾ തുടർന്ന് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുള്ളൂ. പക്ഷെ അതിന് സാധ്യതയുണ്ടോ? അതുകൂടിയാണ് ഇപ്പോൾ നമുക്കിവിടെ പരിശോധിക്കാനുള്ളത്. മതേതര ജനാധിപത്യ ശക്തികൾ ഇന്ത്യയിൽ വിഘടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു വലിയൊരു ശക്തി തന്നെയാണ്. മോദിക്കും കൂട്ടർക്കും ലഭിച്ചിട്ടുള്ള 35-36% വോട്ട് കൊണ്ടാണ് അവർ ഭരിക്കുന്നത്. ബാക്കി വരുന്ന 60-65% ജനങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കൂടെ പോകുന്നവരല്ല എന്ന് തെളിയുന്നു. പക്ഷേ അവർ സംഘടിതരല്ല, പല തട്ടുകളിലായി ചിതറിക്കിടക്കുന്നു എന്നുള്ളതാണ്. അവരെ മുഴുവൻ സംഘടിപ്പിച്ചു കൊണ്ടുവരിക എന്ന രീതിയിലുള്ള ശ്രമങ്ങൾ സമീപകാലത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയൊക്കെ അങ്ങനെ ഉണ്ടായി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അത് വലിയ സ്റ്റെപ്പ് തന്നെയായിരുന്നു, വലിയൊരു മുന്നോട്ടുള്ള കാൽവെപ്പ് തന്നെയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള സമീപകാല റിപ്പോർട്ടുകളെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് നേരത്തെ ശ്രീ സബാൻ തോമസിനെ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസൊക്കെ തമ്മിലുള്ള ധാരണ, പിന്നെ ഉത്തർപ്രദേശിലെ SP ആയിട്ടുള്ള ധാരണ, അങ്ങനെ പല തലങ്ങളിലായി ഈ ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സാധ്യമല്ല എന്ന് അടുത്ത സമയം വരെ ചിന്തിച്ചിരുന്നതിനപ്പുറത്തേക്ക് സാധ്യമാകുന്ന വിധം ഒരു ഐക്യത്തിൻ്റേതായ പുതിയ തലങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള നീക്കുപോക്കുകളും ക്രമീകരണങ്ങളും ഐക്യപ്പെടലുകളും കുറെ കൂടി വിപുലമായിട്ട് മറ്റെല്ലാ മേഖലകളിലും കൂടി ഉണ്ടാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വരാം. പക്ഷെ അതിനെയും മറികടക്കുന്ന രീതിയിലുള്ള മറ്റ് രീതിയിലുള്ള ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ താരതമ്യേന സ്വതന്ത്രമായി നിലനിന്നിരുന്ന
ടി എൻ ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളും പ്രാദേശിക സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ വരെ ലോക രാഷ്ട്രീയ സമൂഹം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കാറുണ്ട്. കാരണം ഇത്രയും ബൃഹത്തായ ഒരു സമൂഹം, ലോക ജനസംഖ്യയുടെ 1/6 വരുന്ന അത്രയും വിപുലമായ ഒരു ജനസമൂഹം, അതിൽ തന്നെ അനവധി ഭാഷകൾ, ജാതികൾ, മതങ്ങൾ, സംസ്കാരങ്ങൾ തുടങ്ങിയവ കൊണ്ട് സങ്കീർണമായ ഇന്ത്യൻ സമൂഹം, അങ്ങനെയുള്ള ഒരു സങ്കീർണ വിപുല സമൂഹത്തിലാണ് താരതമ്യേന ചിട്ടയോടുകൂടിയ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരുന്നത്. ഇതാണ് ലോക ശ്രദ്ധയെ ആകർഷിക്കാനിടയായത്. നമ്മുടെ തൊട്ടടുത്തുള്ള സിലോൺ, 2 ഭാഷകൾ മാത്രം സംസാരിക്കുന്ന സിലോണിൽ എത്ര കാലമാണ് അവിടെ വലിയ രക്തച്ചൊരിച്ചിലുകൾ നടന്നതെന്ന് നമുക്കറിയാം. 2 ഭാഷകൾ മാത്രമുള്ള 2 ജനവിഭാഗങ്ങൾക്ക് ജനാധിപത്യപരമായി ഫെഡറൽ രീതിയിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളും വൈജാത്യങ്ങളുമുള്ള ഇന്ത്യയിൽ താരതമ്യേന മെച്ചപ്പെട്ട രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ലോക ശ്രദ്ധയെ ആകർഷിച്ചിരുന്നത്. അതിപ്പോഴും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സവിശേഷത കൂടിയാണത്. കാരണം ലോകത്തിലൊരിടത്തും ഇത്രയും വിപുലമായ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ താരതമ്യേന മെച്ചപ്പെട്ട ജനാധിപത്യ പ്രക്രിയ കാണാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ന് എന്താ പറയുക, ജനാധിപത്യ പ്രക്രിയ എന്ന രീതിയിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു സമൂഹമായി ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിലും ആ സാമൂഹ്യ ഘടനയെ, അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാം എന്ന വളരെ സമർത്ഥമായ കരുനീക്കങ്ങളാണ് മോദിയുടെ നേതൃത്വത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കൃത്യമായി തന്നെ ഒന്ന് നിർവചിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഹിന്ദു വിശ്വാസം എന്നതല്ല ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാളൊരു ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തി വരുമ്പോൾ ഒരു ഹിന്ദു വിശ്വാസി അയാളുടെ മതപരമായ വിശ്വാസത്തെ സംരക്ഷിച്ചു നിർത്തുമ്പോൾ അത് തികച്ചും രാഷ്ട്രീയേതരമായൊരു വിശ്വാസം മാത്രമാണ്. അത് ഹിന്ദുത്വമായി മാറുന്നില്ല. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് ഒരു ഹിന്ദു വിശ്വാസത്തെ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുന്ന ഒരു ആസൂത്രിത പ്രക്രിയയാണ്. അപ്പോഴാണ് അത് ഹിന്ദുത്വ രാഷ്ട്രീയമായി മാറുന്നത്. മൃദു ഹിന്ദുത്വം എന്നുള്ള പദപ്രയോഗം നമ്മുടെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളിൽ, വിശദീകരണങ്ങളിലൊക്കെ പതിവായിട്ട് വരാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രയോഗം അർത്ഥശൂന്യമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഹിന്ദു ചിന്താഗതിയെ ഒരു രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റുമ്പോഴാണ് അത് ഹിന്ദുത്വ രാഷ്ട്രീയമായി മാറുന്നത്. അതൊരു ഹിന്ദു വിശ്വാസമല്ല. ഹിന്ദു വിശ്വാസം എന്ന് പറഞ്ഞൊരു സാധാരണ ഹിന്ദുവായിട്ടുള്ള ഒരാൾ ഒരു ക്ഷേത്രത്തിൽ പോയി ആരാധിച്ചു വരുമ്പോൾ അയാളെ ഒരു ഹിന്ദു വിശ്വാസി എന്ന് പറയാം. അത് ഹിന്ദുത്വ രാഷ്ട്രീയമാവുന്നില്ല, ഹിന്ദുത്വ വിശ്വാസമാവുന്നില്ല. ഹിന്ദുത്വ വിശ്വാസമാകുമ്പോൾ ആ ഹിന്ദു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് അത് ഹിന്ദുത്വമാകുന്നത്, ഹിന്ദുത്വ രാഷ്ട്രീയമാകുന്നത്. അത് മൃദുവോ അല്ലെങ്കിൽ കഠിനമോ എന്നൊന്നും അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതൊരൊറ്റ ഉള്ളൂ. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രാഷ്ട്രീയ ഘടനയാണ്, രാഷ്ട്രീയ സ്വഭാവമാണത്. അതിന് മൃദുവും കഠിനവും എന്നൊക്കെ വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള വ്യത്യസ്തതകളില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരൊറ്റ രാഷ്ട്രീയമാണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ഹിന്ദു മതവിശ്വാസത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന
കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയാണത്. അത് ഒരൊറ്റ രാഷ്ട്രീയ പദ്ധതിയാണ്. അതിന് മറ്റു വകഭേദങ്ങളിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നാം നേരിടുന്നത് അത് ഒരു പൊതുവായ മതേതര ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രീയം എന്ന രീതി തന്നെയാണ്. മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന് ഒരു രീതിയിലും പൊരുത്തപ്പെടാനാകാത്ത ഒരു രാഷ്ട്രീയ പദ്ധതിയായി ഹിന്ദുത്വ രാഷ്ട്രീയം നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ മുന്നണികൾക്കോ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ ചോദ്യം. ഇന്നത്തെ സാഹചര്യത്തിൽ മതേതര ജനാധിപത്യ ശക്തികളുടെ താരതമ്യേന മെച്ചപ്പെട്ട ഒരു ഐക്യം തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ മുന്നണിയുടെ ഇതുവരെയുള്ള സംഘാടന സംവിധാനങ്ങളും അതിൻ്റെ സാധ്യതകളും വിലയിരുത്തി കഴിഞ്ഞാൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മോദി രാഷ്ട്രീയത്തെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. മുന്നോട്ട് പോകണം എന്ന ആഗ്രഹ പ്രകടനമാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷെ അത് വസ്തുനിഷ്ഠമായി യാഥാർത്ഥ്യമാകുമോ എന്ന് പരിശോധിക്കുമ്പോൾ എളുപ്പത്തിൽ മറുപടി പറയാനാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം മോദിക്ക് ബദലായ ഒരു രാഷ്ട്രീയ നേതൃത്വമാകാൻ ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു പരിമിതി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ പരിമിതികൾ എന്ന രീതിയിൽ അതിനെ കാണേണ്ടതില്ല. രാഹുൽ ഗാന്ധി താരതമ്യേന മെച്ചപ്പെട്ട നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ രാഷ്ട്രീയ നേതാവാകുന്നതിനാവശ്യമായ മെയ്വഴക്കങ്ങളും രീതികളൊക്കെ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെയും സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനമാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിക്കുന്നത്. ആ രീതിയിൽ മുന്നോട്ട് വരാൻ കഴിയേണ്ടതായിരുന്നു ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ. താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് കഴിയേണ്ടതായിരുന്നു. അത് അദ്ദേഹത്തിന് സഹായകരമായ ഒരു ഘടകം കൂടിയായിരുന്നു അത്. പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതൊരു രാഹുൽ ഗാന്ധിയുടെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയോ ഒരു പ്രശ്നമായിട്ടല്ല നമ്മൾ കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിൽ ഇന്ന് മതേതര ജനാധിപത്യ ശക്തികളെ സംവിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ പെട്ടെന്ന് വളർന്നു വരാൻ കഴിയുന്ന ഒരാളെന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയെ കാണേണ്ടത്. അവിടെ നിലനിൽക്കുന്ന ദൗർബല്യം ഇന്ന് മോദി രാഷ്ട്രീയത്തിന് ഗുണകരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മോദിയെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ശക്തിയായി സ്വയം അവതരിപ്പിക്കാനും സ്വയം ജനങ്ങളുടെ മുന്നിൽ ഒരു ശക്തനായ നേതാവായി മാറാനും അദ്ദേഹത്തിന് കഴിയാതെ നിൽക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ മതേതര ജനാധിപത്യ ശക്തികൾക്ക് അങ്ങേറ്റം ക്ഷീണമുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പോലും ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം ആ ദൗർബല്യത്തെ മറികടക്കാൻ കഴിയുന്ന ഗുണകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഫലപ്രദമായ രീതിയിൽ പ്രകടിതമാകും എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താനുള്ളത്. എന്നൊക്കെ സൂചിച്ച പോലെ ആഗ്രഹം അനുസരിച്ചുള്ള ഒരു വിലയിരുത്തലല്ലല്ലോ ആവശ്യം. വസ്തുനിഷ്ഠമായൊരു വിലയിരുത്തൽ തന്നെയല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വിലയിരുത്തലിന് ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം നമ്മുടെ മുന്നിൽ അതിനുള്ള അതിനുള്ള സാമൂഹ്യ രാഷ്ട്രീയ വിവരങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുമ്പോൾ പരിമിതമാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. ഇന്ത്യയുടെ അനവധി സംസ്ഥാനങ്ങളും അനവധി ഭാഷകളും സംസ്ഥാനങ്ങളുമായി കിടക്കുന്ന ഈ നമ്മുടെ ഫെഡറൽ ഘടന, താരതമ്യേന ഈ മെച്ചപ്പെട്ട ഫെഡറൽ ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. ഒരൊറ്റ പാർട്ടിയുടെ, ഇപ്പോൾ കോൺഗ്രസ് പോലുള്ള ഒരൊറ്റ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ അഭാവം എന്നത് ഒരു വലിയ പ്രശ്നമാകാത്ത രീതിയിൽ ഇവിടുത്തെ ഈ ഫെഡറൽ ഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള ഐക്യം, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും വിവിധ രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരൊക്കെ തമ്മിൽ
പരസ്പരം സഹകരിക്കാനും പൊരുത്തപ്പെട്ടു പോകാനും കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഗുണകരമായൊരു ഘടകം തന്നെയാണ്. അത് പൊതുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ പോലുള്ള അതിവിപുലമായ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി തന്നെ നമ്മുടെ ഫെഡറൽ സംവിധാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സിലോൺ പോലുള്ള ഒരു കൊച്ചു രാജ്യത്തിൽ കഴിയാത്ത വിവിധ ഭാഷകൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും അന്തരീക്ഷം ഇന്ത്യയുടെ വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇവിടുത്തെ മതേതര ജനാധിപത്യ ഘടനയെയും നിലനിർത്തുന്നതിൽ, അതിനെ ആ രീതിയിൽ സംരക്ഷിക്കുന്നതിലൊക്കെ തന്നെ ആ ഒരു എന്താ പറയുക വൈജാത്യത്തിൽ അധിഷ്ഠിതമായ ഐക്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ആ ഘടകത്തിൻ്റെ ഒരു പിൻബലത്തോടു കൂടി ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്നുള്ള ഒരു പൊതു വിലയിരുത്തലിനപ്പുറത്തേക്ക് സൂക്ഷ്മമായി വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിലെയും അവസ്ഥകൾ പരിശോധിച്ചുകൊണ്ടുള്ള അവിടെ ഓരോരിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടുകെട്ടുകളുടെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന വിലപേശലുകളുടെയും അതിൻ്റെ ഗുണവശവും ദോഷവശവും അടങ്ങിയിട്ടുള്ള വിവിധ ഘടകങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സൂക്ഷ്മ വിശകലനം തന്നെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ളൊരു സൂക്ഷ്മ വിശകലനത്തിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കിടക്കുന്നില്ല. നമുക്ക് മുഖ്യമായും വിലയിരുത്താനുള്ളത് ഇന്നത്തെ ഈ സംഘപരിവാർ ശക്തികളുടെ ഇതുവരെയുള്ള മുന്നേറ്റത്തെ തടുത്തു നിർത്താൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി സാധ്യതയുണ്ടോ എന്നാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ആഗ്രഹത്തിനപ്പുറത്തുള്ള വസ്തുനിഷ്ഠമായ വിവരങ്ങൾ നമ്മുടെ മുന്നിൽ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ പഞ്ചാബിൽ കോൺഗ്രസും AAPയും പരസ്പരം മത്സരിക്കുന്നു എന്നുള്ളത് വലിയ ദോഷമുണ്ടാക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടു കൂട്ടരും ഏറെക്കുറെ അവരവരുടേതായ കുറേ സീറ്റുകൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചമായിരുന്നു എന്നുള്ളത് ശരിയാണ്. BJP പൂർണ്ണമായി അവിടെ നിന്ന് പഞ്ചാബിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഓരോ പ്രദേശത്തും ഇവർ തമ്മിലുള്ള ഐക്യത്തിൻ്റെ സാധ്യതകൾ പരിശോധിച്ച് വരുമ്പോൾ ശ്രീ തന്മാനെ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഡൽഹിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ, പിന്നെ ഉത്തർപ്രദേശിലെ SP-യും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ധാരണ, ഇതുപോലുള്ള ധാരണകൾ ഇനിയും മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ ഘടനയിൽ നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് സഹായകം തന്നെയാണെന്നുള്ളത് സംശയമില്ല. ആരംഭം മുതൽക്കേ ചൂണ്ടിക്കാണിച്ചതുപോലെ സംഘപരിവാർ ശക്തികളുടെ ആസൂത്രിതവും സംഘടിതവുമായ നീക്കങ്ങളെ അടിസ്ഥാനപരമായി തകർക്കാൻ ഇതിലൊക്കെ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സംഘപരിവാർ മുക്ത ഭാരതം എന്നുള്ള സങ്കല്പം സമീപകാലത്ത് നമുക്ക് സാധ്യമാകാവുന്ന ഒരു ലക്ഷ്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധ്യമാകേണ്ടതാണ് എന്ന് പറയാം. സംഘപരിവാർ മുക്ത ഭാരതം എന്നുള്ളത് മതേതര ജനാധിപത്യ ശക്തികളുടെയൊക്കെ മുന്നിലുള്ള ലക്ഷ്യം തന്നെയാണ്. അത് ദീർഘകാല ലക്ഷ്യമായി തന്നെ നിലനിൽക്കുകയും ചെയ്യാം. സമീപകാലത്ത് തന്നെ അത് നേടിയെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല ഇതുവരെയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ കരുതുന്നത് പോലെയുള്ള ഒരു അവസ്ഥയല്ല ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ഘടനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ മോദിയുടെ നേതൃത്വത്തിൽ വളരെ ആസൂത്രിതവും വളരെ ചിട്ടയോടുകൂടിയും വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ആസൂത്രണം ചെയ്തുകൊണ്ടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ പദ്ധതികളാണ് ഇന്ത്യയുടെ ഓരോ മേഖലയെയും ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ നമ്മൾ രാഷ്ട്രീയ എതിരാളികൾ എന്ന രീതിയിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ വസ്തുതകൾ കാണാതിരുന്നുകൂടാ. മോദി സർക്കാർ ഇന്ത്യയിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ആസൂത്രിതമായി ഫലപ്രദമായ നടപടികൾ, പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അടിസ്ഥാന ഘടനയെ സംബന്ധിച്ച്
ഹൈവേകളും റോഡുകളും തുറമുഖങ്ങളും എയർപോർട്ടുകളും അതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ അടുത്ത കാലത്തൊന്നും നടക്കാത്ത രീതിയിലുള്ള ആസൂത്രിതവും സുഘടിതവുമായ പദ്ധതികളാണ് മോദി നടപ്പിലാക്കുകയും കുറേയൊക്കെ അത് നടപ്പിലാക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടനയെയും അതിൻ്റെ സമൂഹത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെയൊക്കെ തന്നെ മാറ്റി തീർക്കും എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അത് ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കയ്യിലെടുക്കാനായി മുഴുവൻ കുടുംബങ്ങൾക്കും ഗ്യാസ് സിലിണ്ടർ നൽകുക, കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുക, ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി കൊടുക്കുക പോലുള്ള ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന രീതിയിലുള്ള നടപടികളിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചതുപോലെ അതിൻ്റെ തന്നെ മറ്റൊരു തലമെന്ന രീതിയിൽ കൂടുതൽ ദീർഘവീക്ഷണത്തോടുകൂടി സമൂഹത്തിൻ്റെ ഘടനയിൽ തന്നെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക മേഖലകളിലുള്ള ഘടനാപരമായ മാറ്റങ്ങളിൽ തന്നെ ഇടപെട്ടുകൊണ്ട് സമൂഹത്തെ തങ്ങളോടൊപ്പം നിർത്താൻ കഴിയുന്ന രീതിയിൽ ആസൂത്രിതമായി തന്നെയാണ് മോദിയുടെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ മറികടന്നുകൊണ്ടുള്ള ഒരു തലത്തിലേക്ക് മതേതര ജനാധിപത്യ ശക്തികൾക്ക് മുന്നേറാനാകുമോ എന്നുള്ള ചോദ്യം എളുപ്പം ഉത്തരം നൽകാൻ കഴിയുന്ന ചോദ്യമല്ലാതായി മാറുന്നത്. എളുപ്പത്തിൽ ഉത്തരം ലഭിച്ചതുകൊണ്ട് വലിയ പ്രയോജനമില്ല. കാരണം ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികളുടെ ഫലം ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെയൊക്കെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളത് കാണാനിരിക്കുന്നത്. ഒരു വശത്ത് ഈ രീതിയിലുള്ള ആസൂത്രിത പദ്ധതികൾ മോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാകുമ്പോൾ മറുവശത്ത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ശക്തികൾ മതേതരത്വത്തെയോ ജനാധിപത്യത്തെയോ അംഗീകരിക്കുന്നവരല്ല എന്നുള്ളതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൻ്റെ മറ്റൊരു മുഖം. അതാണ് മതേതര ജനാധിപത്യ ശക്തികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ഘടനയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മോദി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തെ ഒരു സാമൂഹ്യ ഘടനാ സംവിധാനങ്ങളെയൊക്കെ തന്നെ നിഷ്ഫലമാക്കാൻ കഴിയും വിധമുള്ള ഒരു ഹിന്ദുത്വ സമൂഹമാണ് ഇവിടെയുള്ളത്. മതേതര ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത സങ്കുചിതവും വർഗീയവുമായ രീതികൾ ആവിഷ്കരിക്കുക, അതനുസരിച്ച് ഓരോ പ്രദേശത്തും പല രീതിയിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ അടിത്തറ കൂടി ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിത്തട്ടിലുണ്ട്. അതാണ് മതേതര ജനാധിപത്യ ശക്തികൾക്ക് പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം. അത്തരം നിഷേധാത്മകമായ ഘടകങ്ങളെ നേരിട്ടുകൊണ്ട് മതേതര ജനാധിപത്യ ശക്തികൾക്ക് മുന്നേറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിച്ചതുപോലെ ഉടനെ തന്നെയുള്ള ഈ അടുത്ത തെരഞ്ഞെടുപ്പിലും ഉടനെയും എന്ന രീതിയിൽ ആ ലക്ഷ്യങ്ങൾ നേടിക്കൊള്ളണമെന്നില്ലെങ്കിൽ തന്നെയും ദീർഘകാലാടിസ്ഥാനത്തിൽ മതേതര ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷത്തിന് പറ്റുന്ന ഒരു സാഹചര്യം മറുവശത്ത് രൂപക്കൊള്ളുന്നുണ്ട്. ഒരു വശത്ത് മോദിയുടെ ആസൂത്രിത നീക്കങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ബലപ്പെടുത്തുക തന്നെ ചെയ്യും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ വർഗീയവും ജനാധിപത്യ വിരുദ്ധവുമായ ഘടനകൾ, അതിൻ്റെ സ്വഭാവങ്ങൾ മതേതര ജനാധിപത്യ ശക്തികൾക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇടയാക്കും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമായ ഒരു ഭാരതം എന്നുള്ളത് ഉടനെ നമ്മുടെ മുന്നിൽ നേടിയെടുക്കാനാകില്ലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ നേടിയെടുക്കാനാകും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും.